ഇനി ഇന്നലെ നമുക്കൊക്കെ വലിയ രീതിയിൽ സങ്കടകരമായ ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രത്തിലെ തിക്കും തിരക്കും ഇടയിൽപ്പെട്ട് ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിരുന്നു. എന്തായാലും ഈ അപകടത്തിൽ ക്ഷേത്ര ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ക്ഷേത്ര ഉടമ ഹരിമുകുന്ദ പാണ്ഡയ്ക്കെതിരെയാണ് കേസെടുത്തത്. ക്ഷേത്രം നിർമ്മിച്ചത് അനുമതിയില്ലാതെ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്താണ് തുടർ നടപടികൾ? ശ്യാമ, ഇന്നലെ രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയായിരുന്നു ഈ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് ഈ വലിയ ദുരന്തമുണ്ടായത്. ഈ ദുരന്തത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് 9 മരണമാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചിലരുടെ നിലയൊക്കെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് ഈ ക്ഷേത്ര ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് ഒരു സ്വകാര്യ ഭൂമിയിൽ ഒരു സ്വകാര്യ വ്യക്തി നിർമ്മിച്ച ക്ഷേത്രമാണിത്. അദ്ദേഹത്തിന് ഏതാണ്ട് 90 വയസ്സുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ യാതൊരുവിധ അനുമതി ഇല്ലാതെയാണ് ഇദ്ദേഹം ഈ ഒരു ക്ഷേത്രം അവിടെ ഈ ശ്രീകാകുളത്ത് ഒരു വെങ്കടേശ്വര ക്ഷേത്രം പണിതത് എന്നുള്ളതാണ് ഈ പോലീസ് വ്യക്തമാക്കുന്നത്. പ്രാദേശിക ഭരണകൂടത്തിന്റെയോ അതായത് പഞ്ചായത്തിന്റെയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അനുമതികളോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചത്. മാത്രമല്ല ക്ഷേത്രം പൂർണ്ണതോതിൽ അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് ഇന്നലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പതിവിൽ കവിഞ്ഞ് വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടത്. ഏതാണ്ട് 200 പേർക്ക് അല്ലെങ്കിൽ 300 പേർക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഏതാണ്ട് 10-20,000 ആൾക്കാർ ഒഴുകിയെത്തിയതാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴി നയിച്ചത്. ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും ഒരു വാതിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് ഈ ഭക്തജനങ്ങൾ ഏതാണ്ട് 7 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അവരുടെ മുകളിലേക്കാണ് കൂടുതൽ ആൾക്കാർ വീണത്. 8 സ്ത്രീകളും ഒരു കുട്ടിയുമാണ് അവരുടെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റവരിൽ പുരുഷന്മാരടക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഹരിമുകുന്ദ് പാണ്ഡയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു അടക്കമുള്ളവർ സന്ദർശിക്കുകയുണ്ടായി. എല്ലാവിധ സഹായങ്ങളും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇനി പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ അവരെ വിദഗ്ധ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു. ശ്യാം, എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കർശനമായ നടപടി ഉണ്ടായേ മതിയാകും. കാരണം അത്രമേൽ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത്.